ഹായ്, എല്ലാവർക്കും നമസ്കാരം. HD മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മലയാളികൾക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന വണ്ടി എന്ന് പറയുന്നത് Ion 83 എന്നാണ് ഈ മോഡലിൻ്റെ പേര്. ഈ മോഡലിൻ്റെ ഒരു ഫസ്റ്റ് റിവ്യൂ ഞാൻ ഇതിനു മുമ്പ് കുറച്ച് നാൾ മുമ്പ് ഇട്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ ഉണ്ടാവുന്നു. ആ ഒരു സെക്കൻഡ് പാർട്ടാണ് ഈ വണ്ടി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തുന്നതാണ് ഈ എപ്പിസോഡിലുള്ളത്. അപ്പോൾ അധികം താമസിക്കാണ്ട് നമുക്ക് ഈ മോഡലിനെ പരിചയപ്പെടാം. ലെറ്റ് സ്റ്റാർട്ട് ബിഗിൻ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഈ മോഡൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. സൗരവ് എന്നാണ് എൻ്റെ പേര്. അപ്പോൾ ഈ വണ്ടി നമുക്ക് ആദ്യം തൊട്ട് അവസാനം വരെ ഒന്ന് പരിചയപ്പെടാം. ഹാർലി ഡേവിഡ്സൻ്റെ Ion 83 എന്നാണ് ഈ മോഡലിൻ്റെ പേര്. 2019 മോഡലാണ് ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ളത്. റബ്ബർ മൗണ്ടഡ് 83 റെവല്യൂഷൻ എഞ്ചിനാണ് ഇതിൽ വരുന്നത്. എയർ കൂൾഡാണ് ഈ എഞ്ചിൻ. വൈബ്രേഷൻ കുറയ്ക്കാനായിട്ടാണ് റബ്ബർ മൗണ്ടഡ് ആക്കി വെച്ചിരിക്കുന്നത്. ഈ വണ്ടിയുടെ ഫ്രണ്ട് ടയർ സൈസ് എന്ന് പറയുന്നത് 100 mm ആണ് ഇതിൻ്റെ ടയർ സൈസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ 19 ഇഞ്ച് സ്പോക്ക് വീലാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ റിയറിലേക്ക് പോകുമ്പോൾ 150 mm ആണ് ഇതിൻ്റെ ടയർ സൈസ്. അതായത് ടയറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 150 mm ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വീൽ എന്ന് പറയുന്നത് 16 ഇഞ്ചാണ് ഇതിൻ്റെ ബാക്കിലെ വീൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിംഗിൾ ഡിസ്ക് ഫ്രണ്ട് വരുന്നുണ്ട്. പിസ്റ്റൺ കാലിപ്പർ ഡിസ്ക്കാണ് വരുന്നത്. ഇതിൻ്റെ ABS ലൈനാണ് ഈ കാണുന്നത്. ഇതിൻ്റെ 9 സ്പോക്ക് അലോയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ അലോയ് ഫുൾ ബ്ലാക്കഡ് ആണ്. ഇത് ഫുള്ളായിട്ട് ബ്ലാക്കഡ് ആണ് വരുന്നത്. കാരണം ഇതിൻ്റെ ഈ ടയറിലേക്ക് വരും തോറും ഒരു മെഷീൻ കട്ട് ഡിസൈനോട് വന്നിട്ട് ടയറിലേക്ക് മാച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ അലോയ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹാർലി ഡേവിഡ്സന് വേണ്ടി മെഷീനിൽ ഇറക്കുന്ന ടയേഴ്സാണ് ഹാർലി ഡേവിഡ്സൺ Ion 83 വരുന്നത്. വണ്ടി ആകെ കുറച്ച് ചെളിയൊക്കെ പിടിച്ചിരിക്കുകയാണ്. കാരണം ഒരു റൈഡ് കഴിഞ്ഞ് വന്ന് ഒരു ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇനി വീട്ടിൽ പോയിട്ട് വേണമെന്ന് കുളിപ്പിച്ചെടുക്കാം. പിന്നെ നോർമലി ഈ വണ്ടിക്ക് സിംഗിൾ സീറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്ക് സീറ്റും ബാക്ക് റെസ്റ്റ് എല്ലാം ഓപ്ഷനാണ്. പിന്നെ Ion 83 പുതിയ മോഡലിനൊക്കെ വരുന്നത് ഈ ടൈപ്പ് സീറ്റാണ്. ഇതിന് ടക്ക് ആൻഡ് റോൾ സീറ്റ് എന്നാണ് പറയുന്നത്. പഴയ മോഡലിനൊക്കെ വരുന്നത് ഒരു ഫ്ലാറ്റ് ടൈപ്പ് സീറ്റാണ് വരുന്നത്. പഴയൊരു ബോബർ സ്റ്റൈൽ സീറ്റിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഈ ടക്ക് ആൻഡ് റോൾ സീറ്റ് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫുള്ളി ബാക്ക്ഡ് ഔട്ട് തീമായിട്ടുള്ള ഒരു ബൈക്കാണ് ഹാർലി ഡേവിഡ്സൻ്റെ ഈ Ion 83. പിന്നെ ഇതിൽ വരുന്ന ഈ ഹാൻഡിൽ ബാറിനെ പറയുന്നത് ഡ്രാഗ് ഹാൻഡിൽ ബാർ എന്നാണ് ഇതിന് പറയുന്നത്. ഇതിൽ വരുന്ന ഈ ഡ്രാഗ് ഹാൻഡിൽ ബാർ ഒരു അഗ്രസീവ് റൈഡിങ് സ്റ്റൈലാണ് Ion 83ക്ക് തരുന്നത്. നമുക്കിതിൻ്റെ മീറ്ററിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇതിൽ മീറ്ററിങ്ങിൽ വരുന്നത് എൻജിൻ വാർണിംഗ് ലൈറ്റ് വരുന്നുണ്ട്, ഫ്യൂൽ ഇൻഡിക്കേഷൻ വരുന്നുണ്ട്, പിന്നെ ബാറ്ററി ഇത് വരുന്നുണ്ട്. ഇനി ഇവിടെ നമ്മൾ വണ്ടി ഓൺ ആക്കുമ്പോൾ ഇതിവിടെ റെഡ് ലൈറ്റ് വരുന്ന കാണാം. ഇങ്ങനെയുള്ള റെഡ് ലൈറ്റ്
റണ്ണിങ്ങിൽ ഈ റെഡ് ലൈറ്റ് കത്തി കിടക്കുന്നുണ്ടെങ്കിൽ വണ്ടിക്ക് സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് റണ്ണിങ്ങിൽ ഈ ലൈറ്റ് കത്തി കിടക്കുക. ഈ ഡിജിറ്റൽ മീറ്ററിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യം വരുന്നത് കിലോമീറ്ററാണ്. ഈ കിലോമീറ്ററാണ് ഇതിൽ കാണിക്കുന്നത്. പിന്നെ ട്രിപ്പ് എ കാണിക്കുന്നുണ്ട്, ട്രിപ്പ് ബി കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ക്ലോക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കറക്റ്റ് 12 മണിയാണ്. അതുപോലെ തന്നെ ഗിയർ ആൻഡ് RPM ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വണ്ടി ഓടിക്കുമ്പോൾ ഗിയർ ആൻഡ് RPM ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഏത് ഗിയറിലാണ് എത്ര RPM വണ്ടി ഓടുന്നതെന്ന് അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ന്യൂട്രൽ സ്റ്റാർട്ടിങ്ങിൽ ഇടുകയാണെങ്കിൽ ത്രോട്ടിൽ കൊടുക്കാതെ ആക്സിലേറ്റർ കൊടുക്കാതെ സ്റ്റാർട്ടിങ്ങിൽ ഇടുമ്പോൾ ഈ RPM ലെവൽ എന്ന് പറയുന്നത് 2000-ന് മേലെ പോവുകയാണെങ്കിൽ വണ്ടി ജസ്റ്റ് നിങ്ങളൊന്ന് സർവീസിൽ ഷോറൂമിലൊന്ന് കാണിക്കേണ്ടതാണ്. കാരണം നോർമൽ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 to 1500 1800 റേഞ്ചിൽ RPM ഒരു ഐഡലായിട്ട് നിൽക്കണം. അതല്ല RPM കൂടുതലാണെങ്കിൽ നിങ്ങൾ എത്രയും വേഗം ഷോറൂമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് ഡയഗ്നോസിസ് ചെയ്യേണ്ടതാണ്. പിന്നെ ഇതിൻ്റെ സ്വിച്ചുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് നമ്മളുടെ മീറ്ററിൻ്റെ ഒരു സെലക്ഷൻ സ്വിച്ച്. പിന്നെ വരുന്നത് ഹോണാണ്. പിന്നെ ഇത് ബ്രൈറ്റ് ഡിം ലൈറ്റ് ഉണ്ട്. ടേൺ ഇൻഡിക്കേറ്ററാണ്. ലെഫ്റ്റ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സ്വിച്ചാണിത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ എൻജിൻ ഓഫിൻ്റെ സ്വിച്ചാണിത്. എൻജിൻ ഓണാണ് ഇത്. പിന്നെ അതുപോലെ തന്നെ ഹസാർഡ് ലൈറ്റ്, അതായത് 4 ഇൻഡിക്കേറ്റേഴ്സും കത്തുന്ന ഒരു സ്വിച്ചാണിത്. പിന്നെ സ്റ്റാർട്ടർ സ്വിച്ചാണിത് വരുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ ഈ വണ്ടികൾക്ക് കൂടുതലും മേളിലോട്ടാണ് മിറർ വരുന്നത്. ഈ മിറർ നമുക്ക് ഈ മൗണ്ടിങ്ങൊക്കെ അഴിച്ചിട്ട് മേളിലോട്ടായാലും താഴോട്ടായാലും 2 സൈഡിലും വയ്ക്കാം. പക്ഷേ ഇത് വയ്ക്കുമ്പോൾ നമ്മൾ ഇൻ കേസ് വണ്ടിയൊക്കെ വളയ്ക്കുകയാണെങ്കിൽ ഈ ടാങ്കിൽ ഈ മിറർ മുട്ടാതെ നോക്കണം. കാരണം ചെറിയൊരു ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ. 48-നാണ് ആക്ച്വലി ശരിക്കും താഴോട്ട് മിറർ വരുന്നത്. സ്പോർട്സിൻ്റെ എല്ലാ വണ്ടികൾക്കും വയ്ക്കാം. ടാങ്ക് സൈസ് അനുസരിച്ചാണ് മിറർ താഴോട്ട് വയ്ക്കാനുള്ളൊരു ഓപ്ഷൻ ഉള്ളത്. കാരണം ടാങ്ക് കുറച്ചുകൂടെ വലുതാണെങ്കിൽ മിറർ താഴോട്ടുള്ള ഇത് വയ്ക്കാൻ പറ്റില്ല, മുകളിലോട്ടായി മാത്രം വയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നത് ഹാലോജനാണ്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിന് ഒരു മെറ്റാലിക് ഒരു വൈസറും കൂടി ഇതിൽ വരുന്നുണ്ട്. ക്രാഷ് കാർഡിനെ കുറിച്ച് ഞാനൊരു വീഡിയോയിൽ പറയണ്ടായിരുന്നു. ക്രാഷ് കാർഡ് ഇല്ലെങ്കിൽ വണ്ടിക്ക് സീരിയസ് ആയിട്ട് ഡാമേജൊക്കെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ കുറച്ചധികം ക്യാഷ് നമ്മളെ കയ്യിൽ നിന്ന് പോകും. ക്രാഷ് കാർഡിന് ഏകദേശം റേറ്റ് ഹാർലി ഡേവിഡ്സൻ്റെ ഒരു MRP എന്ന് പറയുന്നത് 24,000 ആ റേഞ്ച് വരും ഒരു ക്രാഷ് കാർഡിന്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് iron 83യുടെ 883cc എഞ്ചിനാണ്. 2 എഞ്ചിനാണ് ഇതിൽ വരുന്നത്. എയർ കൂൾഡ് ആയതിൻ്റെ പേരിൽ കൂടുതലും ട്രാഫിക്കിലൊക്കെ വരുമ്പോൾ നമുക്ക് ഹീറ്റ് അധികമായിട്ട് എഫക്റ്റ് ചെയ്യും. ഈ സൈഡിൽ വരുന്നതാണ് ബാറ്ററി ബോക്സ്. ഇതിൻ്റെ ഇത് ക്ലിപ്പ് ഊരി കഴിഞ്ഞാൽ ബാറ്ററി നമുക്ക് ഊരിയെടുത്ത്, അതായത് ബാറ്ററി ഊരി മാറ്റാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വണ്ടി എടുക്കാത്ത സമയങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ ബാറ്ററി ബോക്സിൻ്റെ ഇത് ഊരിയിട്ട് 40 ആംപിയറിൻ്റെ ഒരു ഫ്യൂസ് ഉണ്ട്. ആ ഫ്യൂസ് ഊരി കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ലൈഫ് കുറച്ച് കൂടുതൽ കിട്ടും. ഞാൻ ഇതിനെക്കുറിച്ചൊരു മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ സസ്പെൻഷനാണ്. സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫുള്ളി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സസ്പെൻഷനാണ്. ഇതിൻ്റെ ടൂൾ നമുക്ക് സീറ്റിൻ്റെ അടിയിലുണ്ടാവും. ഒറിജിനൽ സീറ്റാണെങ്കിൽ അതിൻ്റെ അടിയിൽ ഈ ടൂൾ ഉണ്ടാവും. ഇതിപ്പോൾ നിൽക്കുന്നത് ഏറ്റവും താഴെയായിട്ടാണ് നിൽക്കുന്നത്. കാരണം ഇതിൽ ബാക്ക് സീറ്റ് വയ്ക്കാനുള്ള ഓപ്ഷനോട് കൂടിയാണ് ഇത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇൻ കേസ് ബാക്ക് സീറ്റ് ഇല്ലെങ്കിൽ നമുക്കിത് മുകളിലോട്ടാക്കി വയ്ക്കാം. ഇനി ഇതിൻ്റെ റിയറിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ലൈറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റേഴ്സ്, ബ്രേക്ക്, പാർക്കിംഗ് ഇതെല്ലാം കൂടി ഒരുമിച്ചാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു സ്പോർട്സിൻ്റെ ഫാമിലിയിലെ എല്ലാ വണ്ടികൾക്കും റൈറ്റ് സൈഡിലാണ് ബെൽറ്റ് ഡ്രൈവ് സിസ്റ്റം വരുന്നത്. എല്ലാ വണ്ടികൾക്കും വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ബെൽറ്റ് ഡ്രൈവ് സിസ്റ്റം വരുന്നത്. പിന്നെ ഈ വണ്ടിയിൽ ഈ സെക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓയിൽ പ്രഷർ, അതായത് ഓയിൽ ലെവലൊക്കെ അറിയാൻ പറ്റുന്ന ഒരു സ്വിച്ചാണത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഓയിൽ ലെവലൊക്കെ അറിയാൻ പറ്റും. ഇതിൻ്റെ ഓയിൽ ലെവലൊക്കെ അറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടിപ്പ് സ്റ്റിക്കാണിത്. പിന്നെ ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത് വാൻസ് നൈൻസിൻ്റെ എക്സോസ്റ്റാണ് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത്. വാൻസ് നൈൻസിൻ്റെ ഷോർട്ട് എക്സോസ്റ്റാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത് സ്ക്രീമിനികളുടെ പെർഫോമൻസ് എയർ ഫിൽറ്ററാണത്. പിന്നെ ഈ വണ്ടി ഏത് ചേസിസ് ഇയർ ആണെന്ന് അറിയാനായിട്ട് നമുക്കിതിൽ നോക്കി അറിയാൻ പറ്റും. ഇതിൻ്റെ ചേസിസ് നമ്പറാണ് ഇവിടെ കാണുന്നത്. അത് മാനുഫാക്ചറിങ് ഇയർ ഇവിടെ കാണാൻ പറ്റും. അതായത് ഈ വണ്ടി ഇപ്പോഴും 2020 മോഡലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 20 മോഡലിൽ ഇപ്പോൾ 2 മോഡലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. iron 883 iron 1200. ഇതിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ബാക്കിൽ വരുന്നത് ഇതിൻ്റെ ബാക്കിൽ വരുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇതിൽ
LED ടൈപ്പാണ് ബാക്കിലെല്ലാം വരുന്നത്. ഫ്രണ്ടിലാകുമ്പോൾ ഹാലോജൻ ടൈപ്പാണ് ഇത് വരുന്നത്. ഇത് നമുക്ക് മാറ്റാവുന്നതാണ്, ഓപ്ഷനിലാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ലെൻസ് കവേഴ്സ് സ്മോക്ക്ഡ് ടൈപ്പും നമുക്ക് വയ്ക്കാവുന്നതാണ്. ഈ ടേൺ സിഗ്നൽസ് എല്ലാം നമുക്ക് പല രീതിയിലും കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റിനെ കുറിച്ച് പറയുന്നത് ഇതിൽ ഹലാജൻ ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഹലാജൻ എന്നുള്ള ഹെഡ്ലൈറ്റ് നമുക്ക് ഡേ മേക്കർ ഹെഡ്ലൈറ്റ് ആക്കി മാറ്റാവുന്നതാണ്. പിന്നെ വണ്ടിയുടെ ഓവറോൾ ലെങ്ത്ത് എന്ന് പറയുന്നത് 2185 mm ആണ് ഓവറോൾ ലെങ്ത്ത് എന്ന് പറയുന്നത്. ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 12.5 ലിറ്ററാണ്, 12.5 ലിറ്ററാണ് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 140 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുപോലെ തന്നെ വീൽ ബേസ് ആകുമ്പോൾ 1515 mm ആണ് വീൽ ബേസ് വരുന്നത്. ഈ വണ്ടിയുടെ വെയിറ്റ് ഏകദേശം 247 kg ആണ്. അത് റണ്ണിങ് ഓർഡറിലേക്കൊക്കെ ആകുമ്പോൾ 256 kg ആയിട്ട് മാറുന്നുണ്ട്. എക്സോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് മാൻസനൈൻസ് എക്സോസ്റ്റ് ആണ് ഇതിൽ വരുന്നത്. ഫ്രണ്ടിലെ ബ്രേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡ്യുവൽ പിസ്റ്റൺ ഫ്രണ്ട് ബ്രേക്കാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ റിയറിൽ വരുന്നതും ഡ്യുവൽ പിസ്റ്റൺ ബ്രേക്കാണ്. പിന്നെ ഇതിൻ്റെ ഫ്യൂവൽ ഇഞ്ചക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ESP5 എന്നാണ് ഈ ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തെ ഹാർലി പറയുന്നത്. ഇലക്ട്രോണിക് സീക്വൻഷ്യൽ പോർട്ട് ഫ്യൂവൽ ഇഞ്ചക്ഷൻ എന്നാണ് ഇതിനെ ഉദ്ദേശിക്കുന്നത്. ഈ വണ്ടിയുടെ കളർ എന്ന് പറയുന്നത് ഇപ്പോൾ ബ്ലാക്ക് ഡെനിമാണ് ഈ വണ്ടിയുടെ കളറ്. പിന്നെ ഈ വണ്ടി ഓടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇതിൻ്റെ കീ ഇപ്പോൾ ഇത് ഓഫ് പൊസിഷനിലാണ്. ആക്സസറീസ്, പിന്നെ ഇഗ്നീഷൻ ഓൺ ആയി കഴിഞ്ഞാൽ മീറ്ററിൽ എല്ലാ സാധനങ്ങളും എല്ലാ ലൈറ്റ്സും ഓൺ ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ആ റെഡ് ലൈറ്റ് പോയതിന് ശേഷം നമ്മളിതിൻ്റെ പമ്പ് ഓൺ ചെയ്യുന്നു, അതായത് എൻജിൻ ഓൺ ചെയ്യുന്നു. എൻജിൻ ഓൺ ചെയ്യുമ്പോൾ പമ്പിൻ്റെ ഒരു സൗണ്ട് കേൾക്കാം. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ വണ്ടി ന്യൂട്രൽ പൊസിഷൻ അല്ല, ഞാൻ ഒന്ന് ന്യൂട്രലാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ വണ്ടി ന്യൂട്രൽ ആയിട്ടുണ്ട്. നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓടിക്കുന്ന വീഡിയോ ഞാനൊന്നും വേറെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സ്വിച്ച് ഇതാണ്. അതുപോലെ തന്നെ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒന്നും കേൾക്കാൻ പറ്റില്ല, അതുകൊണ്ട് വോയിസ് ഒന്നും പറയാൻ പറ്റില്ല, അത്രയ്ക്ക് ലൗഡാണ് ഇതിൻ്റെ എക്സോസ്റ്റ്. ഈ വണ്ടിക്ക് വരുന്ന ഫുഡ് കൺട്രോൾ എന്ന് പറയുന്നത് ഇത് മിഡ് കൺട്രോളാണ്. അപ്പോൾ ഇത് നമുക്ക് ഫോർവേഡ് ആക്കാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. ഫോർവേഡ് ആക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ഇതാണ് ഇതിൻ്റെ മൗണ്ടിങ് എന്ന് പറയുന്നത്. ഈ മൗണ്ടിങ് എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ ഫോർവേഡ് ആക്കാൻ പറ്റും. അപ്പോൾ റൈഡിങ് സ്റ്റൈൽ ഓരോരുത്തരെ കംഫർട്ടൊക്കെ അനുസരിച്ചാണ് ശരിക്കും നമുക്ക് ഫുഡ് കൺട്രോളൊക്കെ മാറ്റാൻ പറ്റാം. പിന്നെ അത് തന്നെ ഫുൾ കൺട്രോൾ മാറ്റുകയാണെങ്കിൽ നമുക്ക് ഹാൻഡിൽ ബാർ കൂടെ മാറ്റി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു റിലാക്സിങ് റൈഡിങ് പൊസിഷൻ കിട്ടുന്നതാണ്. ശരിക്കും അയൺ 83 കുറിച്ച് ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഒരു വണ്ടി കിട്ടുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാമെന്ന്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ആരും കാണാത്തുണ്ടെങ്കിൽ അത് പോയിന്ന് കാണണം. അത് ഞാൻ ഐക്കാർഡായിട്ട് തന്നുണ്ട്. ഈ വണ്ടിയുടെ എൻജിൻ ക്രമീകരിച്ചിരിക്കുന്നത് വളരെയധികം മനോഹരമായിട്ടാണ് എൻജിൻ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് ഈ വണ്ടിയുടെ ടൈമർ കവറാണ്. ഈ വണ്ടിയുടെ ത്രോട്ടിൽ ബോഡിയാണ് കാണുന്നത്. ഇത് ഇതിൻ്റെ എൻജിൻ്റെ റോക്കർ കവറാണ് ഇത് കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ റിയർ ബ്രേക്ക് മാസ്റ്റർ സിലിണ്ടറാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഗിയർ ഷിഫ്റ്ററാണ് ഈ കാണുന്നത്. ഗിയർ ഷിഫ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗിയറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഫസ്റ്റ് അടിയിലോട്ടും ബാക്കിയെല്ലാം മേളിലോട്ടുമാണ്. 5 ഗിയറാണ് ഈ വണ്ടിക്ക് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് എൻജിൻ നമ്പർ എന്ന് പറയുന്നത്. ബാറ്ററി ചാർജർ എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരു കേബിൾ വരുന്നുണ്ട്. ആ കേബിൾ നമ്മൾ കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റും. അതായത് വണ്ടി കുറേ നാളൊക്കെ ഇരിക്കുമ്പോൾ ബാറ്ററി ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ വരുമ്പോൾ ബാറ്ററി ചാർജ് വെച്ച് കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ബാറ്ററി ഹെൽത്തി ആയിട്ടിരിക്കും.
വലിയ ഒരു ആർഭാടമായിട്ടുള്ള രീതിയിലുള്ള ക്ലസ്റ്ററൊന്നുമല്ല ശരിക്കും ഈ വണ്ടിയിൽ വരുന്നത്. ഏത് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ പിന്നെ ഡിമ്മ്, ബ്രൈറ്റ്, ന്യൂട്രൽ, അതുപോലെ തന്നെ റൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ്, ഓയിൽ വാർണിംഗ് ലൈറ്റ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 12.5 ലിറ്ററാണ് ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ടാങ്ക് നമ്മൾ പെട്രോൾ അടിക്കാനൊക്കെ നിൽക്കുമ്പോൾ ടാങ്ക് ക്യാപ്പ് ഊരുമ്പോൾ ഒരിക്കലും ഇങ്ങനെ പിടിച്ചിട്ട് ഊരരുത്. ഇങ്ങനെ പിടിച്ച് റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഇവിടെയൊക്കെ സ്ക്രാച്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ ടേൺ ചെയ്യുമ്പോൾ ഒരു ടൈറ്റായിട്ടുള്ള ഫീൽ കിട്ടും. അപ്പോൾ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് കഴിഞ്ഞാൽ ദൂരിപ്പോരും. അപ്പോൾ നമുക്ക് നെയിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ, അപ്പോൾ നമുക്ക് നെയിൽസ്, അതായത് നമ്മൾ നഖം ടച്ച് ചെയ്യാത്ത രീതിയിൽ ടാങ്കിലെ ക്യാപ്പ് ഊരിയെടുത്തിട്ട് ഫ്യൂൽ അടിക്കാവുന്നതാണ്. അങ്ങനെ ഫ്യൂൽ അടിക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ നമ്മളിവിടെ സ്ക്രാച്ച് വരാനായിട്ട് കുറച്ച് ചാൻസ് ഉണ്ട്. ഇപ്പോൾ അതേപോലെ തന്നെ ടൈറ്റ് ചെയ്യുമ്പോഴും ഇങ്ങനെ വന്നിട്ട് ഒരു ഇത് കിട്ടുമ്പോൾ നമ്മൾ പ്രസ് ചെയ്ത് ഇങ്ങനെ അടയ്ക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ സീറ്റ് ഹൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സീറ്റ് ഹൈറ്റ് വരുന്നത് 760 mm ആണ്, 760 mm ആണ് ശരിക്കും ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 220 km/h ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ്. ഇപ്പോൾ ഇതിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത് ഹാർലി ഡേവിഡ്സൻ്റെ തന്നെ സ്ക്രീമിനേഗിൾ പെർഫോമൻസ് എയർ ഫിൽറ്ററാണ്. എയർ ഫിൽറ്ററിന് ഏകദേശം 30,000 രൂപ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന വാൻസ് നൈൻസ് പെർഫോമൻസ് എക്സോസ്റ്റ് ആണ്, ഷോർട്ട് എക്സോസ്റ്റ് ആണ്. ഈ എക്സോസ്റ്റിന് ഏകദേശം ഒരു 80,000, 80,000 രൂപ അടുത്ത് റേഞ്ച് എന്തായാലും വരുന്നുണ്ട്. ഈ വണ്ടികളുടെ കളറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ വർഷവും ഈ വണ്ടിയുടെ ടാങ്ക് പെയിൻറ്റിൻ്റെ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓരോ മോഡൽസിൻ്റെയും അതിൻ്റെ ഗ്രാഫിക്സ്, ലോഗോ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് കൂടുതലും ഈ വണ്ടികൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. ബാക്കി എല്ലാ കാര്യങ്ങളും ഏകദേശം ഒരേപോലെ ആയിരിക്കും. പിന്നെ കുറച്ചുകൂടെ അപ്ഡേഷൻസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഈ 2019-20 ഇറങ്ങണ അയണും ഈ സെയിം തന്നെയാണ്, പക്ഷേ ടാങ്കിൻ്റെ കളർ പെയിൻറ്റിംഗ് ഒക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ കളർ ഓപ്ഷൻസ് ഒക്കെ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത പാർട്ട് 1 വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വണ്ടിയുടെ ഒരു ഓയിൽ ലിപ്സ്റ്റിക്ക് കവറും പിന്നെ അതുപോലെ തന്നെ ടാങ്കിൻ്റെ ക്യാപ്പ് എന്ന് പറയുന്നതൊക്കെ ഒരു ബ്രഷ്ഡ് അലുമിനിയം പോളിഷ്ഡ് ഒരു ഡിസൈനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ വണ്ടിക്ക് ടാങ്കിൻ്റെ ക്യാപ്പ് ലോക്ക് വെച്ചുള്ള ടൈപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്കള്ള് വെച്ച് കുറേയധികം കസ്റ്റം ഡിസൈനുള്ള ക്യാപ്പുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ വണ്ടിയുടെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 11 ലക്ഷം 12 ലക്ഷം ആ റേഞ്ചിൽ എന്തായാലും വരുന്നുണ്ട്. ഇപ്പോൾ ഈ വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത് 1200 cc-യിലും 881 cc-യിലുമാണ് ഈ വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. അയൺ 83 എന്ന് പറഞ്ഞ മോഡലാണ് ഞാൻ ആദ്യമായിട്ട് ഓടിച്ചൊരു ഹാർലി ഡേവിഡ്സൺ ബൈക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്ന വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ടെക്സ്റ്റ് മീ ലേറ്റർ. ഗുഡ് ബൈ.